കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മുച്ചോടെ തൊഴുത്തിൽ കെട്ടിയ നാണംകെട്ട സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. 9 CPM DYFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് തിരുവനന്തപുരം നഗരൂരിൽ പോലീസ് ജീപ്പ് തടഞ്ഞായിരുന്നു നിയമ സംവിധാനത്തിന് പുല്ല് വില കൽപ്പിച്ച് പ്രതികളുടെ അഴിഞ്ഞാട്ടം. കോൺഗ്രസുകാർ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ കേസെടുത്തതാണ്. പാർട്ടി അണികളായ ഈ ഗുണ്ടകളെ പ്രകോപിപ്പിച്ചതും പോലീസ് ജീപ്പിന് മുന്നിൽ കാർ കൊണ്ടിട്ട് തടഞ്ഞു നിർത്തി SIക്ക് നേരെ അശ്ലീലവും അസഭ്യങ്ങൾ പറയുകയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ വഴിയെ പോകുന്നവർക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല പോലീസെന്ന് ഓഫീസ് അസോസിയേഷൻ ഒരു പ്രതികരണം ഇറക്കിയിട്ടുണ്ട്. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്ത് തന്നെ പേരുകേട്ട കേരള പോലീസ് സംവിധാനം രാഷ്ട്രീയ തടവിലായതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് കണ്ടത്. തിരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ ബാക്കി നിൽക്കെ രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തിൽ പോലീസുകാർക്ക് നേരെയുണ്ടാകുന്ന നിരന്തര ആക്രമണങ്ങൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും വൻ നാണക്കേടായിരിക്കുകയാണ്. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.